നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പറവൂർ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. SSLC +2 വിഭാഗങ്ങളിലായി 66 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ പറവൂർ ഗവൺമെന്റ് ബോയ്സ്, ഗേൾസ്, പുല്ലംകുളം, നന്ദ്യാട്ടുകുന്നം SNV, സെന്റ് അലോഷ്യസ് സ്കൂളുകൾക്കും പുരസ്കാരങ്ങൾ നൽകി. യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മാർച്ച് മാസം എഴുതിയ പരീക്ഷയിൽ 95% മാർക്ക് ലഭിച്ച ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ തന്നാൽ അതേ മാർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ളൊരു കൈ ഉയർത്തിയ ഇപ്പൊ തന്നാൽ കിട്ടുമോ? 99% കിട്ടുക ഞാൻ ഉറപ്പിക്കുന്നു. എനിക്കതിന്റെ പകുതി പോലും എന്നെ സംബന്ധിച്ചാൽ കിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. ചിലപ്പോൾ മാത്തമാറ്റിക്സ് ചിലപ്പോൾ കിട്ടിയേക്കുന്നില്ല, ബാക്കി ഏതെങ്കിലും മേഖല കിട്ടാൻ കഴിയില്ല ഇല്ലല്ലോ. ആ പഠനം, കാരണം ഈ ക്രിയേറ്റിവിറ്റിയെ ഒരിക്കൽ പോലും ഈ AI കടന്നു പിടിക്കുന്ന പ്രതീക്ഷിച്ചില്ല. ഏറ്റവും ആദ്യം പിടിച്ചത് ആ മേഖലയിലേക്കല്ലേ. ChatGPT യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇല്ലേ? ChatGPT യാഥാർത്ഥ്യമായ ഒരു കാലത്ത് ഇനി നമുക്ക് എത്ര മേഖലയാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകനൊരു പുസ്തകം ഇറക്കാൻ വേണ്ടി 20 ചിത്രം ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹം വെറും $10 850 ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒറ്റ ദിവസം കൊണ്ട് 20 ചിത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഒരു ചിത്രകാരനെ സമീപിച്ചിട്ട് പോലുമില്ല. ബാങ്ക് പ്രസിഡന്റ് NS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം K സുധാകരൻപിള്ള സ്വാഗതം പറഞ്ഞു. AIYF സംസ്ഥാന കൗൺസിൽ അംഗം ഡിബിൻ K ദിനകരൻ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ S ശ്രീകുമാരി, S രാജൻ, PR സജേഷ് കുമാർ, ജയദേവാനന്ദൻ, ബാങ്ക് സെക്രട്ടറി KS ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു.